നമസ്കാരം. തകർന്ന് തരിപ്പണമായിരിക്കുന്ന പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാനായി പെടുന്ന കഷ്ടപ്പാടുകളാണ് ഓരോ ദിവസവും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളും പാകിസ്ഥാനെ കൈയൊഴിയുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. രാജ്യത്ത് ഒരു സ്വർണ്ണശേഖരം കണ്ടെത്തിയെന്ന വാർത്ത അടുത്തിടെ പുറത്തു വന്നിരുന്നു. എന്നാൽ മറ്റൊരു രാജ്യത്തിന്റെ സഹായമില്ലാതെ അതിൽ തുടർ നടപടികളോ പ്രവർത്തനങ്ങളോ നടത്താൻ പാകിസ്ഥാന് കഴിയില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇത്തരം ചർച്ചകൾ ചൂടുപിടിച്ചപ്പോൾ സൗദി അറേബ്യ പാകിസ്ഥാനെ സഹായിക്കാൻ എത്തുമെന്നൊരു വാർത്തയും പുറത്തു വന്നിരുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണവും ചെമ്പും ഇവിടെയുള്ള ഭൂമിക്കടിയിലുണ്ട്. ഇതാണ് കണ്ടെത്തൽ. പ്രമുഖ കനേഡിയൻ സ്വർണ്ണ ഖനന കമ്പനിയായ ബാരിക് ഗോൾഡിനാണ് ഈ ഖനിയുടെ പകുതി ഓഹരിയും. ബാക്കിയാണ് പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ സർക്കാരുകളുടെ കൈവശം. കോടികളുടെ സ്വർണവും ചെമ്പും ഇവിടെയുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ കാരണം ഖനനം സമ്പൂർണ്ണ വിജയമല്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുള്ള പാകിസ്ഥാന് റക്കോദിക്കിലെ സ്വർണം വിറ്റാൽ വലിയ ശക്തിയാകാം. പക്ഷെ ആദ്യം മുതൽ മുടക്കാൻ ആള് വേണം. ഈ ഘട്ടത്തിലാണ് സൗദി അറേബ്യ പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത്. സൗദി അറേബ്യയുടെ വ്യവസായ ധാതു വിഭവ മന്ത്രിയാണ് ബാത്തർ അൽ ബുറാറിഫ്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹമാണ് പാകിസ്ഥാനിലേക്കുള്ള സൗദിയുടെ നേട്ടം സംബന്ധിച്ച് സൗദി അറേബ്യ പാകിസ്ഥാനിലെ റോക്കോദ്വീപ് ഖനന മേഖലയിൽ നിക്ഷേപിച്ചേക്കുമെന്ന് മന്ത്രി ഖാത്തർ പറഞ്ഞത്. ഖനികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് പ്രധാനമായും ഈ തുക ചെലവഴിക്കുക. സമ്പൂർണമായ തോതിൽ ഖനനം ആരംഭിക്കണമെങ്കിൽ മേഖലയിലെ അടിസ്ഥാന സൗകര്യം വിപുലീകരിക്കേണ്ടതുണ്ട്. സൗദിയിലെ ഖനന കമ്പനിയായ മനാറ മിനറൽസ് ആണ് സൗദിയിൽ നിക്ഷേപം നടത്തുക. സൗദിയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെയും ഖനന കമ്പനിയായ മഅദിന്റെയും സംയുക്ത സംരംഭമാണ് മനാറ മിനറൽസ്. ഇവർക്കാണ് പാകിസ്ഥാനിലെ റക്കോദിക്കും ഖനിയിൽ താൽപര്യമുള്ളത്. ഖനന മേഖലയിലെ നിക്ഷേപത്തിനൊപ്പം പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിക്കുക എന്ന ദൗത്യം കൂടി ഇതിലൂടെ സൗദി അറേബ്യ ഏറ്റെടുക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം സഹായിക്കണമെന്ന് പാകിസ്ഥാൻ നേരത്തെ സൗദി ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പലതവണ പാകിസ്ഥാന് സൗദി അറേബ്യ സാമ്പത്തിക സഹായം അനുവദിക്കുകയും ചെയ്തിരുന്നു. അടിസ്ഥാന സൗകര്യമില്ലാതെ മറ്റു ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കില്ലെന്ന് സൗദി മന്ത്രി ബാത്തർ പറഞ്ഞു. അതുകൊണ്ടാണ് പാക് ഖനന മേഖലയിൽ നിക്ഷേപത്തിന് ഒരുങ്ങുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗദി അറേബ്യ നിക്ഷേപം ഇറക്കുമെന്ന പ്രതീക്ഷ അടുത്തിടെ പാകിസ്ഥാന്റെ പെട്രോളിയം മന്ത്രി മുസദിഖ് മാലിക് പങ്കുവച്ചിരുന്നു. പാകിസ്ഥാൻ സർക്കാരിന് 25%, ബലൂചിസ്ഥാൻ പ്രവിശ്യ സർക്കാരിന് 25% ഓഹരി ഉടമസ്ഥയാണ് റോക്കോദിക്ക് ഖനിയിലുള്ളത്. പാകിസ്ഥാൻ സർക്കാരിന്റെ കൈവശമുള്ള 15% ഓഹരി സൗദി അറേബ്യയ്ക്ക് വിൽക്കുമെന്നായിരുന്നു മുസദിഖ് മാലിക് നൽകിയ സൂചന. സൗദിയുടെ വരവ് മേഖലയുടെ മുഖച്ഛായ മാറ്റം. 1975 സൗദി അറേബ്യയുടെ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് രൂപീകരിച്ചത്. വികസ്വര രാജ്യങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വായ്പ നൽകുകയും സഹായം ഈ ഫണ്ട് ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യയുടെ വിദേശ രാജ്യങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും ഈ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ കൊഹ്ന, കോയിലേഷൻ ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക. എഡ്യൂബിക്സ്, ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ്, ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ്, ഗുജറാത്ത്. തീർത്ഥയാത്ര.com, അയൺ ബിൽഡ്, ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.